നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമേഖലയിൽ സമാനതകളില്ലാത്ത മികവാണ് കേരളത്തിന്റേതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പുതിയ OP ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യമേഖലയിൽ കേരളത്തിന് അതിന്റെ തനിമയാർന്ന വികസന കാഴ്ചപ്പാടും നയവുമുണ്ട്. സംസ്ഥാനം ഉണ്ടായതു മുതൽ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ പല പരിഷ്കാരങ്ങളും ഈ മേഖലയിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ആരോഗ്യനയം മുന്നിൽ വെച്ചുകൊണ്ട് നാം എവിടെയാണോ നിൽക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് എത്തേണ്ടത്, ഈ ലക്ഷ്യബോധത്തോടെ കൂടി ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലം മുതലാണ് കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത്. ആ ചർച്ചയുടെ ഫലമായി ഉരുത്തിരിഞ്ഞ വികസന സമീപനമാണ് ആരോഗ്യമേഖലയിൽ ഇപ്പോൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും പരീക്ഷിക്കാത്ത ചികിത്സാ രീതികൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃക കാണിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആരോഗ്യമേഖലയിൽ കേരളത്തിന് അതിൻ്റെ തനിമയാർന്ന വികസന കാഴ്ചപ്പാടും നയവും ഉണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ പല പരിഷ്കാരങ്ങളും ഈ മേഖലയിൽ വരുത്തിയിട്ടുണ്ട് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. നാം എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് എത്തേണ്ടത്, ഈ ലക്ഷ്യബോധത്തോടുകൂടി ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലം മുതൽ കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. ആ ചർച്ചയുടെ ഫലമായി ഉരുത്തിരിഞ്ഞ വികസന സമീപനമാണ് ആരോഗ്യമേഖലയിൽ ഇപ്പോൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും പരീക്ഷിക്കാത്ത ചികിത്സാ രീതികൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃക കാണിക്കുകയാണ്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ദൃശ്യ മനോഹർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റെനീഷ്, ഷെക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റിന് ഒരു ഭരണനയമുണ്ട്. ആ നയം വികസന പ്രവർത്തനവും അതിനോട് കിടപിടിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമാണ്. ക്ഷേമപ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇവർ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിനാകെ പ്രയോജനം നൽകുന്നതായിരിക്കും. അപ്പോൾ വികസനവും കരുതലും സ്നേഹവും പാവപ്പെട്ടവരെ കണക്കിലെടുക്കാത്ത വികസനമില്ല. വികസനമില്ലാതെ അവരെ കണക്കിലെടുക്കാൻ പറ്റില്ല. ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു പൊതുജീവിത നിലവാരമുള്ള സമീപനമാണ് നമുക്കുള്ളത്. ഈ റിഫ്ലക്ഷൻസ് ആണ് ഗവൺമെന്റിന്റെ ഓരോ നടപടിയിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമവും ഈ നിലപാടും തുടരുമെന്ന് ചെയ്യുന്ന വാഗ്ദാനമാണ്, ഉറപ്പാണ് ഞാൻ ഇവിടെ നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെയുള്ളിടത്തോളം കാലം ഈ നിലപാട് തുടരുമെന്നാണ് പറയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആ നയം വികസന പ്രവർത്തനവും അതിനോട് കിടപിടിക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇവർ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിനാകെ പ്രയോജനം നൽകുന്ന പരിപാടി. അപ്പോൾ വികസനവും കരുതലും സ്നേഹവും, പാവപ്പെട്ടവരെ കണക്കിലെടുക്കാത്ത വികസനമില്ലാതെ അവരെ കണക്കിലെടുക്കാൻ പറ്റില്ല. ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു പൊതു ജീവിത നിലവാരം ഉയർത്തൽ സമീപനമാണ് നമുക്കുള്ളത്. ഈ സമീപനത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ് ഗവൺമെന്റിന്റെ ഓരോ നടപടിയിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നയവും ഈ നിലപാടും തുടരുക തന്നെ ചെയ്യുമെന്ന വാഗ്ദാനമാണ്, ഉറപ്പാണ് ഞാൻ ഇവിടെ നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളിടത്തോളം കാലം ഈ നിലപാട് തുടരുമെന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് ശനിയാഴ്ച 94 വയസ്സ് തികയും. സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണസ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നവോത്ഥാന മണ്ണിൽ ഒത്തുകൂടും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവേശനം ആവശ്യപ്പെട്ട് K. കേളപ്പന്റെ നേതൃത്വത്തിൽ 1931 നവംബർ 1-നായിരുന്നു
സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടത്. സമരം ശക്തിപ്പെട്ട് 1947 ജൂൺ 2-ന് ഗുരുവായൂർ ക്ഷേത്ര ഗോപുരവാതിൽ ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുക്കേണ്ടി വന്നു. ഇതിന്റെ സ്മാരകമായി കിഴക്കേ നടയിലെ സത്രം വളപ്പിൽ സ്തൂപം സ്ഥാപിച്ചു. എല്ലാ വർഷവും നവംബർ 1-ന് സ്തൂപത്തിന് മുന്നിൽ എല്ലാവരും ഒത്തുകൂടും. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 9 മുതൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും നടക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കാൻ NK അക്ബർ MLA വിളിച്ചു ചേർത്ത അവലോകന യോഗം തീരുമാനിച്ചു. 2.8 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഗുരുവായൂരിലെ ആയുർവേദ ആശുപത്രി, 1.26 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന GUP സ്കൂൾ, 2 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അണ്ടത്തോട് GMLP സ്കൂൾ പുതിയ ബ്ലോക്ക് എന്നിവയുടെയും MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അനുമതി ലഭിച്ച ചാവക്കാട് ബ്ലാങ്ങാട് അങ്കണവാടി, കടപ്പുറം മുനയ്ക്കക്കടവ് അങ്കണവാടി എന്നിവയുടെയും നിർമ്മാണ ഉദ്ഘാടനം നവംബർ ആദ്യ ആഴ്ചയിൽ നടത്തും. ഗുരുവായൂർ KSRTC ഡിപ്പോ നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതിയായതായും ഉടൻ തന്നെ സാങ്കേതികാനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്യുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കെട്ടിട വിഭാഗവും യോഗത്തെ അറിയിച്ചു. കടപ്പുറം ഇരട്ടപ്പുഴ സ്കൂളിന്റെ 1ാം നില നിർമ്മാണം നവംബർ മാസത്തോടെ പൂർത്തിയാകുമെന്നും ചാവക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം 2026 ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കുമെന്നും പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഭരണാനുമതി ലഭിച്ച പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, ചാവക്കാട് വെറ്റിനറി ആശുപത്രി, ചാവക്കാട് എക്സൈസ് ഓഫീസ്, പൊതുമരാമത്ത് ഓഫീസ് സമുച്ചയം, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ എന്നിവയുടെ മണ്ണ് പരിശോധന പ്രവൃത്തികൾ പൂർത്തീകരിച്ചുവെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഇതിന്റെ സാങ്കേതികാനുമതി നൽകി എത്രയും വേഗം ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിന് MLA നിർദ്ദേശം നൽകി. അഞ്ഞൂർ പിള്ളക്കാട് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതായും ഭരണാനുമതി ലഭിച്ച നായരങ്ങാടി, ചക്കിത്തറ, കൊച്ചന്നൂർ റോഡ്, കാവീട്, മുതുവട്ടൂർ റോഡ് എന്നിവയുടെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ടെൻഡർ ചെയ്യുമെന്ന് പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് യോഗത്തിൽ അറിയിച്ചു. മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, വാട്ടർ അതോറിറ്റി പദ്ധതികൾ, ഹാർബർ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ MLA NK അക്ബർ അധ്യക്ഷനായി. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡിലെ കരിയന്നൂർ മയൂഖം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ, മെമ്പർമാരായ NP അജയൻ, സ്വപ്ന പ്രദീപ്, ICDS സൂപ്പർവൈസർ വിനീത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുഞ്ഞുമോൻ കരിയന്നൂർ, NK കബീർ എന്നിവർ സംസാരിച്ചു. മുൻ വർക്കർ പ്രേമ മോഹനൻ, മുൻ ഹെൽപ്പർ വിജയലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അംഗൻവാടികൾക്ക് ആധുനികമായ സൗകര്യത്തോടുകൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ഇനി അവശേഷിക്കുന്ന 2-3 അംഗൻവാടികൾ മാത്രമാണ്. ബാക്കി എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. TV ജോൺസണ് KGF ബിസിനസ് എക്സലൻസ് പുരസ്കാരം സമ്മാനിച്ചു. CCTV, TCV, കേരള വിഷൻ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന TV ജോൺസണ് കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരുടെയും പ്രൊഫഷണലുകളുടെയും സംഘടനയായ നോളജ് ആൻഡ് ഗ്രോത്ത് ഫൗണ്ടേഷൻ KGF ബിസിനസ് എക്സലൻസ് പുരസ്കാരം നൽകി ആദരിച്ചു. കുന്നംകുളം ഹോട്ടൽ ലിവ ടവറിൽ നടന്ന യോഗത്തിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. KGFന്റെ 4ാം വർഷത്തെ പ്രൊജക്ടുകളുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. കേരള വിഷൻ, TCV, CCTV എന്നിവയുടെ ഫൗണ്ടർ ഡയറക്ടറായ TV ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. KGF പ്രസിഡന്റ് CA ജീസൺ അധ്യക്ഷനായി. സെക്രട്ടറി സാംസൺ വർഗീസ്, ട്രസ്റ്റി സജിത്ത് ചോലയിൽ, കോർ കമ്മിറ്റി മെമ്പർ ഷിനോജ് ചാക്കോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംരംഭക വികസന സെമിനാറിന് TV ജോൺസൺ നേതൃത്വം നൽകി. പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കും മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. അതിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും എഫിഷ്യൻസിയേക്കാൾ വലുതായിരുന്നു അത്. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയാണ് സത്യത്തിൽ കേരളത്തിൽ ഗംഭീരമായത്. അത് കേരളത്തിന് വലിയ പേരുണ്ടാക്കി. ആ പേരിന്റെ പുറമെയാണ് നിങ്ങൾ KCSL എന്ന് പറയുന്ന ഒരു കമ്പനി കേരളത്തിലെ എല്ലാ ഇതുപോലെയുള്ള ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട്, അന്ന് ഇതുപോലെ തൃശ്ശൂരുള്ള പോലെ ജില്ലകൾ ഒരുമിക്കുന്ന ഒരു കൂട്ടായ്മ എല്ലായിടത്തും ഇല്ല. പിന്നീട് KCSL തുടങ്ങിയതിന് ശേഷം ഞാൻ തന്നെ പാലക്കാട്, കണ്ണൂര്, മലപ്പുറം തുടങ്ങിയ ഒട്ടേറെ ജില്ലകളുടെ ചുമതലയായിരുന്നു. നമ്മുടെ തൃശ്ശൂരിന്റെ പതിപ്പ് ഉണ്ടാക്കലായിരുന്നു നമ്മുടെ പ്രോജക്റ്റ്. ഞാനിതിൽ 5 പേരായിരുന്നു അന്നത്തെ ഇതിന്റെ പ്രൊമോട്ടിംഗ് ഡയറക്ടേഴ്സ്. ഞാൻ ഉൾപ്പെടെ 5 പേരായിരുന്നു.
ഞാനെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അക്കാദമിക് തലത്തിൽ എൻ്റെ അപ്പുറത്തുള്ളവരൊക്കെ എഞ്ചിനീയേഴ്സും തുടങ്ങിയിട്ട് ഒട്ടേറെ പ്രഗത്ഭരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുന്നംകുളത്തിൽ ഈ ചപ്പടാച്ചിയും ഈ കഴിവും തരികളും ഒക്കെ ഉണ്ടല്ലോ. ഇത് ധാരാളം മതി നമുക്ക് വിനോദങ്ങളിലേക്ക് എത്താൻ, ഒരു സംശയമുണ്ട്. തൊഴിൽ വകുപ്പിന് കീഴിൽ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട് അപ്പാർട്ട്മെന്റ് നിർമ്മാണ സ്ഥലത്ത് നടന്ന മെഡിക്കൽ ക്യാമ്പിന് മുതുവട്ടൂർ രാജ ആശുപത്രിയിലെ ഡോക്ടർ കൃഷ്ണൻ നേതൃത്വം നൽകി. PM ഷിനോയ് അതിഥി തൊഴിലാളികളുടെ മാതൃഭാഷയിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ 100-ലധികം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. ULCC പ്രോജക്ട് എഞ്ചിനീയർ KP വിനൂപ്, ഡെപ്യൂട്ടി എഞ്ചിനീയർ ജനീഷ്, ആരോഗ്യ പ്രവർത്തകരായ ബെനില, ബെനിറ്റ, സ്മൃതി, സെബി എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സമ്മേളനം നടത്തി. ജനാധിപത്യ ബോധം കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കുക, കുട്ടികളുടെ അഭിപ്രായവും സ്വാതന്ത്ര്യവും മാനിക്കപ്പെടുക എന്നീ ആശയങ്ങളിൽ ഊന്നിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100-ലധികം കുട്ടികൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി TR ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ TS സജീവൻ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പ്രധാന അധ്യാപകരായ MV രത്നകുമാർ, PV ഷീജ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന സംഗമോത്സവം 2025 വനിതാ സംഗമത്തോടെ സമാപിച്ചു. പഞ്ചായത്തും പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സംഗമോത്സവം സംഘടിപ്പിച്ചത്. സമാപന ദിവസമായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന വനിതാ സംഗമം പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ടു കലാകാരി പ്രസീത ചാലക്കുടി വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയുമായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ജയകുമാർ പുളയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിശിഷ്ട അതിഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വനിതകളെയും ആദരിച്ചു. ശേഷം സംഗീത കലാവിരുന്നും ഉണ്ടായിരുന്നു. വീടും തടവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കുറെ കൂടി സുഖമായിട്ടുള്ളത് കാരാഗൃഹമാണ് എന്ന് കരുതുന്ന ഒരു സ്ത്രീയാണ് അവിടെ കേന്ദ്ര കഥാപാത്രം ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം. ഇപ്പോൾ വലിയ രോഗപീഠ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദാരിദ്ര്യം ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിലും ഭേദം ജയിലാണ്, അവിടെ ഭക്ഷണം ലഭിക്കുമല്ലോ, ചികിത്സ ലഭിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെയാണ് ആ കഥ വികസിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ അത്രയൊന്നും ജനാധിപത്യത്തിൻ്റെ ഇടങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാളിദാസൻ മുതൽ പേരിങ്ങോട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ ഏറ്റവും വുമൺ ഈസ് എ ഹാംലെസ് ഡൊമസ്റ്റിക് എനിമൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും അപകടകാരി അല്ലാത്ത വീട്ടുമൃഗമാണ് പെണ്ണ്. അപകടമൊന്നുമില്ലാതെ വീട്ടിൽ വളർത്താവുന്ന ഒരാളാണ് പെണ്ണ്. അത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ സ്ത്രീകൾ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ചിറക്കൽ സെന്ററിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. MA അബ്ദുൾ റഷീദ്, സാംസൺ പുലിക്കോട്ടിൽ, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, കോൺഗ്രസ് ഭാരവാഹികളായ NK അബ്ദുൾ മജീദ്, ബിജു ജോബ്, ശശിധരൻ കണ്ടമ്പള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, മിനി ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റു നേതാക്കളും പ്രവർത്തകരും നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനവും ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മദിനവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 72ാം ജന്മദിനവും അനുസ്മരണവും സംഘടിപ്പിച്ചു. നേതാക്കളുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങ് DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV നിവാസ്,
ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ കുനമൂച്ചി എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പ്രവീൺകുമാർ, ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ രാമകൃഷ്ണൻ നായർ, പോർക്കുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം അബ്ബാസ്, മണ്ഡലം സെക്രട്ടറി പി എ രാമകൃഷ്ണൻ, വാർഡ് മെമ്പർ രേഖ ജയറാം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് നാസർ, മുൻ വാർഡ് മെമ്പർ ഗീതാഞ്ജലി ടീച്ചർ, ശ്രീകാന്ത് തുടങ്ങിയവർ അനുസ്മരണം നടത്തി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന പേരിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി. കുന്നംകുളം പോലീസ് SI CP ജാബിർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പാൾ സാജിദ റസാഖ്, KR രവ്യ, SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ VJ ജിൻസി, SPC ഓഫീസർ ആനന്ദ് ഹിരൺ, അസിസ്റ്റന്റ് പോലീസ് കേഡറ്റ് PK ആതിര, സ്റ്റുഡന്റ് കേഡറ്റ് സിയ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം പെരുമ്പിലാവ് അൻസാർ ആശുപത്രി പരിസരവും പെരുമ്പിലാവ് ജംഗ്ഷനും ചുറ്റി 2 കിലോമീറ്ററോളം ഓടി സ്കൂളിൽ സമാപിച്ചു. കൂട്ടയോട്ടത്തിന് കേഡറ്റുകളായ ഫൈഹ ഫാത്തിമത്ത്, VS നബീൽ, MS ഇഷാൻ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകനും ക്രൈസ്തവ എഴുത്തുകാരനുമായിരുന്ന പരേതനായ TC മാത്യു മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം UPF വായനശാല ആരംഭിക്കുന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വിക്ടറി ബസാർ ബിൽഡിംഗിൽ തുടങ്ങുന്ന TC മാത്യു മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നവംബർ 2 വൈകിട്ട് 4 IPC സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് നിർവഹിക്കും. UPF ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കും. AG ദൂതൻ മാസിക മാനേജറും HMI അസോസിയേറ്റ് ഡയറക്ടറുമായ സുവിശേഷകൻ PC തോമസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും. ലൈബ്രറി കൺവീനർ ഷിജു പനക്കൽ, സെക്രട്ടറി ജോബിഷ് ചൊവ്വലൂർ, ട്രഷറർ PR ഡെന്നി, പാസ്റ്റർ KM ഷിൻഡോസ്, പാസ്റ്റർ വിജോഷ് കുണ്ടുകുളം, സതീഷ്, പാസ്റ്റർ CJ ഐസക്, ബ്രദർ സതീഷ് CB എന്നിവർ നേതൃത്വം നൽകും. ഒക്ടോബർ 31 ദേശീയ ഐക്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ കൂട്ടയോട്ടം നടത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KG പ്രദീപ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി നടത്തിയ ഓട്ടത്തിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജേഷ്, ഷെഫീഖ്, അജിൽ, ജ്യോതിഷ് എന്നിവരും പങ്കെടുത്തു. സ്കൂളിലെ SPC പ്രോജക്ട് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അഫ്സ, അബ്ദുൾ, സുജേഷ് എന്നിവർ നേതൃത്വം നൽകി. അറിയിപ്പ്. കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ട് പ്രകാരം ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ 2025 വർഷത്തേക്ക് പുതുക്കണമെന്ന് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ് അറിയിച്ചു. ചാവക്കാട് താലൂക്ക് പരിധിയിൽ ലേബർ രജിസ്ട്രേഷൻ എടുക്കാതെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കടകളും വാണിജ്യ സ്ഥാപനങ്ങളും ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതും എല്ലാ വർഷവും നവംബർ മാസത്തിൽ പുതുക്കേണ്ടതുമാണ്. രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയോ യഥാസമയം പുതുക്കാതിരിക്കുകയോ ചെയ്താൽ 5000 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്നതും തുടർന്നും ഇത് പാലിക്കാതിരുന്നാൽ പ്രതിദിനം 250 രൂപ വീതം ഫൈൻ ഈടാക്കുന്നതിനും നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചു. രാഷ്ട്രീയ ഏകതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഏകതാ ദിനം ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ദിനാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ MK സൈമൺ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിൻഡോ ജോസ് തേറാട്ടിൽ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിപാടികൾക്ക് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ TK ഡെൽജോ, PJ ജാൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ സഹോദയ കലോത്സവത്തിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി ഹാദിയ ഹൈഫ. മോണോ ആക്ടിൽ 1ാം സ്ഥാനം, ഇംഗ്ലീഷ് എലിക്യൂഷനിൽ 2ാം സ്ഥാനം, ഇംഗ്ലീഷ് 1 ആക്ട് പ്ലേയിൽ 3ാം സ്ഥാനം എന്നീ നേട്ടങ്ങളാണ് ഹാദിയ സ്വന്തമാക്കിയത്. ഇരിങ്ങപ്പുറം വാളങ്ങാട്ടിൽ ഷജിൽ ഷഫ്ന ദമ്പതികളുടെ മകളും ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയുമാണ്. അഖിലേന്ത്യാതല സംഘടനാ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മഹിളാ സംഘടനയായ ലജ്ന ഇമ ഇലാഖ് അഖിലേന്ത്യാ തലത്തിൽ 7ാം സ്ഥാനവും ബാലികാ സംഘടനയായ നസ്രാത്തുൽ അഹമ്മദിയയ്ക്ക് 8ാം സ്ഥാനവും അഹമ്മദിയ യുവജന സംഘടന മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയയ്ക്ക് 7ാം സ്ഥാനവുമാണ് ലഭിച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള അഹമ്മദിയ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ കണക്കിലെടുത്ത് വാർഷികതല പ്രവർത്തന നിയമാവലി അടിസ്ഥാനമാക്കിയാണ് ഓരോ സംഘടനയ്ക്കും അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ജൂറി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മഹ്ദി ഇമാമിന്റെ ജന്മദേശമായ പഞ്ചാബിലെ ഖാദിയാനിൽ നടന്ന
അഖിലേന്ത്യാ സംഘടനാതല സമ്മേളനത്തിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ മാറ്റുരച്ച് വിജയിച്ചവർക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. പുരസ്കാരങ്ങൾ ലഭിച്ച ആളൂർ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, ആളൂർ മഹിളാ സംഘടനാ പ്രസിഡന്റ് സബീന താജുദ്ദീൻ, ബാലിക സംഘടനാ പ്രസിഡന്റ് തൂബ ഖലീൽ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. നായർ സർവീസ് സൊസൈറ്റിയുടെ 111ാമത് പതാക ദിനം വിവിധ കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി. തുടർന്ന് ആചാര്യന്റെ ഛായാചിത്രത്തിന് മുന്നിൽ കരയോഗാംഗങ്ങൾ പ്രതിജ്ഞ ചൊല്ലി. ചടങ്ങിൽ K രാജേന്ദ്രൻ, EM ജയനാരായണൻ, M രാമചന്ദ്രൻ, EM ശ്രീകുമാർ, P സുനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുകാമ്പാൽ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 31 NSS പതാക ദിനം ആചരിച്ചു. കരയോഗം സെക്രട്ടറി ഗിരീഷ് നാഴികത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ജനാർദ്ദനൻ അദിയാരത്ത് സ്വാഗതം പറഞ്ഞു. ഗജാഞ്ചി രാജേഷ് MC നന്ദിയും രേഖപ്പെടുത്തി. കരിക്കാട് ബട്ടിമുറി NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കരയോഗം കമ്മിറ്റി ചെയർമാൻ C വാസുദേവൻ പതാകയുയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കരയോഗം കമ്മിറ്റി അംഗം KR ഉണ്ണിക്കുട്ടൻ സ്വാഗതവും K മനോജ് നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് NSS കരയോഗ മന്ദിരത്തിൽ ഒക്ടോബർ 31 പതാക ദിനാചരണവും പ്രതിജ്ഞയെടുക്കലും നടത്തി. കരയോഗം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ പതാകയുയർത്തി. സെക്രട്ടറി P പ്രവീൺകുമാർ, കരയോഗം വൈസ് പ്രസിഡന്റ് K ഭാസ്കരൻ നായർ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ, K സഹദേവൻ, E ചന്ദ്രൻ നായർ, K വിനോദ് കുമാർ, K രാജേന്ദ്രൻ, തിലക ടീച്ചർ, N വിലാസിനി, മോഹൻ P നായർ എന്നിവർ നേതൃത്വം നൽകി. +1 വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. കൂറ്റനാട് തണ്ണീർക്കോട് വള്ളിക്കാട്ട് തീയത്ത് ചന്ദ്രമോഹന്റെ മകൻ വിഘ്നേഷിനെയാണ് വ്യാഴാഴ്ച രാത്രി 8 മണി മുതൽ കാണാതായത്. വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 97 44 14 56 80 എന്ന ഫോൺ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കേണ്ടതാണ്. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം ഇനി മുതൽ എല്ലാ മാസവും 1-ാം ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് സുവിശേഷ യോഗം നടക്കുക. വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,245 രൂപ, പവന് 88,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 157 രൂപ. ചരമം. പെരുമ്പിലാവ് പുത്തൻകുളം കുണ്ടുപറമ്പിൽ പരേതനായ അപ്പു ഭാര്യ കാർത്തിയേനി നിര്യാതയായി 73 വയസ്സായിരുന്നു. പ്രകാശൻ, രത്നം, രമ എന്നിവർ മക്കളാണ്. സംസ്കാരം വൈകിട്ട് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.